നമസ്കാരം, ഞാൻ നിങ്ങളുടെ മാഹിൻ മൂവാറ്റുപുഴ. പ്രിയമുള്ളവരെ, കുറച്ച് കാര്യം പറയാനാണ് ഞാൻ ഇപ്പോൾ വന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ അഭിലാഷാട്ടായത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വന്നേക്കുന്നത്. കാരണം ഞാൻ മടുത്തു. കാരണം ഇനി ഞാൻ അവനായിട്ട് ഒരുപാട് വർക്കിന് കാര്യങ്ങൾ എനിക്ക് താല്പര്യമില്ല. വൾഗർ വീഡിയോകളൊന്നും താല്പര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ഫാമിലി ഉണ്ട്. ആ ഫാമിലിയെ നമുക്ക് മോശപ്പെടുത്തിക്കൊണ്ട് ഒരിക്കലും നമുക്ക് താല്പര്യമില്ല. ഇപ്പോൾ എന്താണെന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ പ്രിയ സുഹൃത്ത് അൻവർ ആലുവ, അദ്ദേഹം കുറച്ച് ദിവസം നിങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അഭിലാഷ് അതിന് തിരിച്ച് മറുപടി കൊടുത്തു. ഞാൻ ഇനി നന്നായിക്കോളാം, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇന്നലെ ഏതൊരു കൂതറ തള്ള, ഏതാന്ന് പോലും അറിയാൻ പാടില്ല, ഒരു 50 വയസ്സ് 60 വയസ്സ് പ്രായമുണ്ട്, അതിനെടുത്ത് പൊക്കി പിടിച്ചുകൊണ്ട് കിടക്കുന്നു, ലിപ് ലോക്ക് ചെയ്യുന്നു. ഈ നാറിയെടുത്ത് എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത ഇവന് ഇങ്ങനെയായി പോയല്ലോ എന്ന് ആലോചിക്കണേ. ഇവന് നമ്മൾ എങ്ങനെയും ഉയർത്തിക്കൊണ്ടുവരാൻ നോക്കുമ്പോൾ ഇവൻ സ്വയം കഴിവുള്ളവൻ കഴിവില്ലാണ്ടാക്കി കളയുന്ന രീതിയാണ് ഇവൻ്റെ ഈ കാട്ടായം. അഭിലാഷിന് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും സുഹൃത്തുക്കളെ, വേറെ ഒന്നല്ല. ഇവൻ ഈ ഇങ്ങനെയുള്ള ഈ തെണ്ടിത്തരം കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ച് ഈ നെഗറ്റീവ് എനിക്കും കൂടെയാണ് വരുന്നത്. കാരണം അഭിലാഷാട്ടായ മാഹിൻ മൂവാറ്റുപുഴ, ഇവർ രണ്ടുപേരും പേരിലാണ് എല്ലാം അറിയപ്പെടുന്നത്. മൂവാറ്റുപുഴ എന്ന് പറയുന്ന നാടറിയുന്നത്. ആട്ടായത്ത് ജനിച്ചു വളർന്ന അവനെക്കുറിച്ചും ഈ ആട്ടായത്തുള്ളവർ തന്നെ നെഗറ്റീവ് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം നമ്മൾ എന്താ പറയേണ്ടത്? ഈ തെണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് എന്ന് കഴിഞ്ഞാൽ അവൻ്റെ കുടുംബത്തിലുള്ളവരുടെ അവസ്ഥ കാര്യങ്ങളെന്ന് ആലോചിക്കുക. അപ്പോൾ ഇവനോട് എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത എന്തുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എൻ്റെ വിഷമം കൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. കാരണം അവൻ ഒരു നല്ലൊരു കലാകാരനാണ്. ആ നാറിയത് മനസ്സിലാക്കുന്നില്ല. അവൻ്റെ മനസ്സിലെ ആ ചിന്തകളും ആ പെരുമാറ്റങ്ങളും എനിക്കിഷ്ടമാണ്. കാരണം അവൻ്റെ ഷോർട്ട് ഫിലിമുകളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അവൻ നടത്തുന്നുണ്ട്. പക്ഷേ ഇവൻ ചെയ്യുന്ന കുറച്ച് തെണ്ടിത്തരങ്ങൾ അത് എനിക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. കാരണം ഞാൻ ഒരു കൂതറ വേഷമിട്ട് നേരം വെളുത്ത് വണ്ടി ഓടിക്കാൻ പോകുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു കാക്കി ഷർട്ട് ഇട്ട് ഒരു കൂതറ മുണ്ട് കൊടുത്ത് ഒരു ചെരുപ്പ് ഇട്ടാണ് ഞാൻ പോകുന്നത്, വണ്ടി ഓടിക്കാൻ പോകും. അതെച്ചാൽ എൻ്റെ ജീവിതമാർഗ്ഗം അതാണ്. ഇവനെക്കുറിച്ച് ആൾക്കാർ പറയുന്നു, എപ്പോഴും എടുത്തു പറയുന്ന ഒരൊറ്റ കാര്യമാണ്, ഇവൻ പണിക്ക് പോവില്ല. ശരിയാണ്, ഇവൻ പണിക്ക് പോവില്ല, ഇവൻ പെരക്കാത്തിരിപ്പാണെന്ന് ആൾക്കാർ പറയുന്നത്. പിന്നെ ഇവൻ നോട്ടീസ് ഡിസ്ട്രിബ്യൂട്ടാന്ന് പറയുന്നുണ്ട്. ആ നോട്ടീസ് ഡിസ്ട്രിബ്യൂട്ട് പോകണ്ടായിരിക്കും, ശരിയായിരിക്കും. എന്നാലും ഇവൻ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇവൻ്റെ മറ്റുള്ളവർ ഇത് കാണുമ്പോൾ ഇവൻ്റെ കുടുംബത്തിലുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. ഈ നാറിയെടുത്ത് എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവുന്നില്ല. ഈ 42 വയസ്സായി, പോത്തിന് പ്രായമാവുന്ന പോലെ പ്രായമായിട്ട് കാര്യമില്ല. കാരണം ഇവനോട് എത്ര പറഞ്ഞു കൊടുത്തു ഞാൻ. ഇതിൽ കൂടുതൽ എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്? നമ്മളെ സംബന്ധിച്ച് നമുക്ക് സമൂഹത്തിലൊരു വില വേണം. നമ്മൾ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ എന്തോ ആവട്ടെ, നമുക്ക് ബിഗ് ബോസിൽ വരണമെന്നും പറഞ്ഞ് ഒരാളെടുത്ത് പൊക്കുക, അതുപോലെ തന്നെ ലിപ് ലോക്ക് ചെയ്യുക, കുറച്ച് നെഗറ്റീവ് ഉണ്ടാക്കി ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ട് എന്താ കാര്യമുള്ളത്? അതുകൊണ്ട് ഒരു കാര്യമില്ല. അഭിലാഷിനോട് എത്ര പറഞ്ഞാലും അത് മനസ്സിലാക്കുന്നില്ല. ഞാനതുകൊണ്ട് അഭിലാഷായിട്ടുള്ള യാതൊരു പരിപാടിക്ക് എനിക്ക് താല്പര്യമില്ല. ഉള്ള കാര്യം പറഞ്ഞല്ലോ. ഇപ്പം കാരണം ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ആർക്കാ കൂടെ നിൽക്കാൻ പറ്റണേ? നിങ്ങൾ തന്നെ പറയാം, നിങ്ങൾ പ്രേക്ഷകരെ തന്നെ പറയാം, ആർക്കാ കഴിയുന്ന? ഒരാൾക്കും കഴിയില്ല. കാരണം ശരിയാണ്, എന്നെ ഈ ഫീൽഡിൽ കൊണ്ടുവന്നത് അവൻ തന്നെയാണ് അന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഒരിക്കലും അവനെ കുറ്റപ്പെടുത്തുക പറയുന്നതല്ല. അവൻ നന്നാവാൻ വേണ്ടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന. എന്നാലും അവർക്കത് കഴിവനുസരിച്ച് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? കൊച്ചു പിള്ളേരാണെങ്കിൽ നമുക്കത് ശരിയാണ്, തല്ലി പഠിപ്പിക്കാം. ഇതല്ല, ഇതൊരു മുതുകളവനെ നമ്മൾ എന്താന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം. നാട്ടുകാർ പറഞ്ഞ കുളിക്കില്ല, പല്ല് തേക്കില്ല, അതൊക്കെ അവൻ ഒരു ലോഡ് എണ്ണ വേണം അവനക്ക് ഒരു ദിവസം കുളിക്കണമെങ്കിൽ. അങ്ങനെയുള്ള വ്യക്തിയെക്കുറിച്ച് ഈ പറയണമെന്ന് ഓർക്കണം. എത്ര പറഞ്ഞാലും ഇവൻ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ തന്നെ പറഞ്ഞാൽ അവനെ മനസ്സിലാക്കി കൊടുക്കുക. ഓക്കെ.